ഷാജി കൈലാഫ്. ഷാജി കൈലാഫ് എന്ന് പറയുന്ന സംവിധാനം എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വരവറിയിച്ച ചിത്രമാണ് വരവ് എന്ന ചിത്രം. ജോജു ജോർജാണ് ചിത്രത്തിലെ നായകനായെത്തിയത്. പലപ്പോഴും നമ്മൾ മോഹൻലാലിനെയും സുരേഷ് ഗോപിയൊക്കെ വമ്പനായിട്ട് അവതരിപ്പിച്ചിട്ട സംവിധായകനാണ് ഷാജി കൈലാഫ്. ഷാജി കൈലാഫിൻ്റെ ചിത്രങ്ങൾക്കൊരു പ്രത്യേക പാറ്റേണും ഒക്കെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. വരവ് എന്ന ചിത്രം പോസിറ്റീവ് അഭിപ്രായമൊന്നും നേടിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും ചിത്രം സാമാന്യം കണ്ടിരിക്കാം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ആവറേജ് പടം എന്ന നിലയിൽ വമ്പൻ കളക്ഷനാണ് ഈ ചിത്രം നേടുന്നത്. ട്രാക്കിംഗ് കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 85 ലക്ഷത്തിന് മുകളിലാണ് ഇതിൻ്റെ ട്രാക്കിംഗ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് കേരളത്തിൽ നിന്ന് 1.5 കോടിക്ക് മുകളിൽ ഈ ജോജു ജോർജിൻ്റെ ചിത്രം നേടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് ഒരുപക്ഷെ 2,50,00,000 ഈ ചിത്രം മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആദ്യ ദിവസം വമ്പൻ തുടക്കമാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷാജിയുടെ ഒരു മടങ്ങിവരവ്, ജോജു ജോർജിൻ്റെ നായകർ, അതുപോലെ മറ്റു പലരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വാണി വിശ്വനാഥ്, ബാബു രാജ്, അർജുൻ അശോകൻ, പിന്നെ അങ്ങനെ പലരും ഈ ചിത്രത്തിൽ അഭിനയിച്ചതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി കാണുക. ഏതായാലും ജോജു ജോർജിൻ്റെ ചിത്രത്തെ സംബന്ധിച്ച് വമ്പനൊരു തുടക്കമാണ്. വരവ് എന്ന ചിത്രം ഒരു ആക്ഷൻ ചിത്രമാണ്. നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആക്ഷൻ ചിത്രമാണ്. പിന്നെ AK സാജൻ്റെ ഒരു തിരക്കഥ. AK സാജൻ എന്ന് പറയുന്ന മുൻകാല തിരക്കഥാകൃത്തായിരുന്നു. ആ ലെവലിൽ തന്നെ പുള്ളി ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിൻ്റെ തിരക്കഥ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട കഥ തന്നെയാണ്. പിന്നെ ഷാജി കൈലാഫിൻ്റെ സ്റ്റൈലിലും ആ പാറ്റേണിലും ഒക്കെ വരുമ്പോഴത്തേന് ഒരു പുതുമ നമുക്ക് തോന്നും. ഷാജി കൈലാഫിൻ്റെ ചിത്രങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുടിയും കാലും കൈയും ഒക്കെ തന്നെ ക്യാമറ ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് ഒരു ആക്ഷൻ ചിത്രം, ഷാജി കൈലാഫിൽ നിന്ന് ആക്ഷൻ ചിത്രങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ആക്ഷൻ ചിത്രം തിയേറ്ററിലെത്തുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട തിരക്ക് ആ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ചിത്രം വൻ വിജയമാകട്ടെ എന്ന് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. കാരണം ഇനിയും വെള്ളി ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലുമൊക്കെ ഈ ചിത്രം ഈ രീതിയിൽ തന്നെ കുതിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ വീക്കെൻഡിൽ തന്നെ മികച്ചൊരു കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് പറ്റട്ടെ. അതുപോലെ ബുക്കിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 1500 ടിക്കറ്റിന് മുകളിലാണ് ഇപ്പം ഈ ചിത്രം വിറ്റുമാറുന്നത്. അത് തന്നെ ജോജു ജോർജിൻ്റെ ചിത്രത്തെ സംബന്ധിച്ച് വമ്പൻ ഒരു തുടക്കം തന്നെയാണ്. കാത്തിരിക്കാം. ഇതിൻ്റെ പുതിയ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.